ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാക്കുന്ന സോയിൽ പൈപ്പിംഗ് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ തീവ്രമാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കാസർഗോഡ് 29, കണ്ണൂർ 17, മലപ്പുറം 24, വയനാട് 26 എന്നിങ്ങനെയാണ് സോയിൽ പൈപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. മിക്കതും മനുഷ്യന് ഇറങ്ങാവുന്ന വലിപ്പമുള്ള തുരങ്കത്തിന് സമാനമായവയാണ്. എന്താണ് ഈ സോയിൽ പൈപ്പിംഗ്? ഭൂഗർഭ മണ്ണൊലിപ്പിന്റെ ഒരു പ്രധാന കാരണമാണ് സോയിൽ പൈപ്പിംഗ് അഥവാ കുഴലീകൃത മണ്ണൊലിപ്പ്. മഴ പെയ്യുമ്പോൾ മണ്ണിൽ ഊറിയിറങ്ങുന്ന വെള്ളം മണ്ണിനെ പൂരിതമാക്കുകയും ഉറപ്പ് കുറവുള്ള മേഖലകളിലെ ഭൗമാന്തർ ഭാഗത്തെ മണ്ണ് ഭൂമിക്കടിയിലൂടെ കുഴലുകൾ പോലെയുള്ള ചാലുകളിലൂടെ ഒഴുകി പോകുന്നതിനെയാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഭൂമിക്കടിയിൽ രൂപപ്പെടുന്ന ഈ പ്രതിഭാസം മണ്ണ് പെട്ടെന്ന് ഇരുന്നു പോകുന്നതിനും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനും കാരണമാകും. ഇതിന് കാരണമാകുന്ന ധാരാളം ഘടകങ്ങളുമുണ്ട്. ഭൂപ്രകൃതി, ചെരിവ്, മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂഗർഭജലത്തിന്റെ ഒഴുക്ക്, കാർഷിക രീതികൾ, മരം മുറിക്കൽ, ഖനനം തുടങ്ങി സോയിൽ പൈപ്പിങ്ങിന് കാരണമാകുന്ന ഘടകങ്ങൾ ഒട്ടേറെയാണ്. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ വെട്ടിമാറ്റുമ്പോൾ മണ്ണിൽ ശേഷിക്കുന്ന വേരുകൾ ദ്രവിച്ചുണ്ടാകുന്ന കുഴലുകളും എലി, മുയൽ പോലെയുള്ള ജീവികൾ ഉണ്ടാക്കുന്ന മാളങ്ങളും സോയിൽ പൈപ്പുകളായി മാറുന്നു. കേരളത്തിലെ അതിതീവ്ര മഴ മണ്ണിലേക്ക് ഒരുപാട് വെള്ളം ഊർന്നിറങ്ങാനും അതുവഴി പൈപ്പിംഗ് കൂട്ടുന്നതിനും കാരണവുമാകുന്നു. ജിപ്സവും കുമ്മായവും പോലുള്ള സംയുക്തങ്ങളിട്ട് മണ്ണിന്റെ ഉറപ്പ് കൂട്ടണമെന്നും ചെരിവുള്ളിടത്ത് മഴവെള്ളം ഒലിച്ചു പോകാൻ ചാലുണ്ടാക്കണമെന്നും പഠനത്തിൽ പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ വയനാട്, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും വ്യാപകമായി സോയിൽ പൈപ്പിംഗ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പാലക്കാട്, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ഇത് അപൂർവമാണ്. ചൂരൽമലയിൽ സോയിൽ പൈപ്പിംഗ് ഉണ്ടായോ എന്ന് വിദഗ്ധരുടെ പഠനത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പുത്തുമലയിലെ മണ്ണിടിച്ചിലിന് പിന്നിൽ സോയിൽ പൈപ്പിംഗ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ വിദഗ്ധരുടെ കണ്ടെത്തൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.